ഹലോ, അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കരിമീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 2 മീനാണ് പൊരിക്കാൻ എടുക്കുന്നത്. ബാക്കി ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ അരപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് കുറച്ച് അരപ്പ് മാറ്റി വയ്ക്കാം. ബാക്കി നമുക്ക് ഈ മീനിലേക്ക് നല്ലതുപോലെ പുരട്ടി 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാന് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 മീൻ ഇപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് 2 സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ തക്കാളിയൊക്കെ എല്ലാം നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങാപ്പാലൊക്കെ വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ എല്ലാം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ എല്ലാം നമുക്ക് ഇതിൻ്റെ അരപ്പ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ അരപ്പ് പിടിക്കാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മീനൊക്കെ എല്ലാം നല്ല അടിപൊളിയായിട്ട് അരപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു വാഴയിലയിലേക്ക് മാറ്റാം. ഞാനിവിടെ ആദ്യം തന്നെ ഒരു വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വാഴയിലയിലേക്ക് വെച്ച് പൊതിഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ 2 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഈ വാഴയിലയിൽ പൊതിഞ്ഞ മീൻ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. വെറുതെ തവയിൽ വെച്ച് ഇതൊന്ന് പൊള്ളിച്ചെടുത്താൽ മതി. ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊള്ളിച്ച മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ കെട്ടൊക്കെ ഒന്ന് അഴിച്ച് നോക്കാം. അപ്പോൾ നമ്മളെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.